ഭാഗത്ത് വരുമ്പോൾ ഈ ഇവിടെ ഫുട്പാത്തിൻ്റെ വർക്കുകൾ, ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഇവിടെ കാണാം. അപ്പം നമ്മൾ താഴെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് വണ്ടികളൊക്കെ കിടക്കുന്നത്. ഇവിടെ കാണാം. നമുക്ക് കോൺക്രീറ്റ് വാള് കുറച്ച് ഭാഗത്ത് കെട്ടാനുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ടുള്ളൊരു ഭാഗത്ത് സോയിൽ ലൈനിങ്ങിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഉള്ളത്. ഇവിടെ ഒരു ബാക്കി ഭാഗത്ത് ഇനി എങ്ങനെയാണ് കോൺക്രീറ്റ് വാളാൻ. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് NH66 വർക്ക് നടക്കുന്ന മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ബൈപ്പാസിലാണ്. കോട്ടക്കൽ ബൈപ്പാസിലാണ് കഴിഞ്ഞ ദിവസം വലിയൊരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായത്. അതിൻ്റെ ഒരു ഭാഗത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതാണ് കോയിച്ചന ഭാഗത്തു നിന്ന് എടരിക്കോട് ഭാഗത്തേക്ക് വരുന്ന ഈ ഭാഗത്താണ് കഴിഞ്ഞ ദിവസം ആക്സിഡൻ്റ് ഉണ്ടായത്. ഇതാണ് എടരിക്കോട് ഭാഗം. എടരിക്കോട് ഭാഗത്തേക്ക് ഈ വരുന്ന റൂട്ടിലൂടെയാണ് വാഹനങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ വന്നിരുന്നത്. ഇപ്പോൾ ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ആക്സിഡൻറ്റ് വന്നതിന് ശേഷം. ഇവിടെ കാണാൻ നമുക്ക് ഇവിടെ റോഡ് ഫുൾ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, എന്നാലും ഈ ഭാഗത്ത് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ വേഗത്തിൽ നമ്മുടെ കൊളപ്പുറം കൂരിയാട് മുതൽ ഇത്രയും ഭാഗത്തൂടെ ഫുള്ളായിട്ട് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം പുറത്തുനിന്ന് വരുന്ന മറ്റുള്ള വാഹനങ്ങൾക്കൊന്നും നമ്മുടെ ഈ ഹൈവേ പെട്ടെന്ന് ഇവിടെ ക്ലോസ് ചെയ്തത് അറിയില്ല. അവർ പെട്ടെന്ന് വളരെ വേഗത്തിൽ വന്നിട്ടുള്ള വാഹനങ്ങളൊക്കെ പെട്ടെന്ന് ഈ ചെറിയ റോട്ടിലേക്ക് വന്ന് കയറുന്ന ഒരു സ്ഥിതിയാണ്. ഇവിടെ സർവീസ് റോഡാണ്, പക്ഷേ എല്ലാ വാഹനങ്ങളും ഇപ്പോൾ ഈ സർവീസ് റോഡിലൂടെ കോട്ടക്കൽ ഭാഗത്തൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ ഒരു പോകുന്നൊരു സമയത്താണ് ഇവിടെ ആക്സിഡൻ്റ് ഉണ്ടായത്. ഇപ്പോൾ ഈ ഭാഗത്തൂടെ വളരെ കുറഞ്ഞ വാഹനങ്ങളാണ് പോകുന്നത്. അവിടെയാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ മലപ്പുറം തിരൂർ ഭാഗങ്ങളിലേക്ക് പോകുന്ന നമ്മുടെ സംസ്ഥാന പാത കറക്റ്റായിട്ട് എനിക്ക് അത് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ആ തിരൂർ റോഡാണ്, തിരൂർ കോട്ടക്കൽ റോഡ്. ആ റോഡിലായിരുന്നു ഇവിടുന്ന് വരുന്ന വലിയൊരു കണ്ടെയ്നർ ലോറി ഇവിടുന്ന് അങ്ങോട്ട് ഇടിച്ച് കയറായിരുന്നു. ആ ഭാഗത്തൊരു ജംഗ്ഷനും കൂടെ ആയതുകൊണ്ട് നമ്മൾ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തൊരു ജംഗ്ഷൻ ആയതുകൊണ്ട് അവിടെയുള്ള വാഹനങ്ങൾ അവിടെ വരിയായിട്ട് ഇങ്ങനെ ക്യൂവിൽ നിന്ന സമയത്താണ് ഈ ഭാഗത്തൂടെ വളരെ വേഗത്തിൽ വരുന്ന ഒരു കണ്ടെയ്നർ ലോറി നേരെ അവിടെ ക്യൂവിൽ നിന്ന് ആ വാഹനങ്ങളൊക്കെ ഇടിച്ച് തെറിപ്പിച്ച് അങ്ങോട്ട് അവിടെയുള്ള പാടത്തിൻ്റെ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ വാർത്തകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്നുകൂടെ കാണിക്കുക എന്നുള്ളൂ. ഈ ഭാഗത്തൊക്കെ ഇനിയും ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. അതിനുശേഷം ഇവിടെയൊക്കെ വാഹനങ്ങൾ കടന്നു പോകുന്നില്ല. പഴയ ഹൈവേ കൂടെ തന്നെയാണ് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത്. ഇപ്പോൾ ആ ഭാഗത്തൊക്കെ ചെറിയ തോതിൽ ഒരു തിരക്കൊക്കെ ഉണ്ട്. ആളുകൾ വന്ന് ഇങ്ങനെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു സഹോദരന് ജീവൻ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ വാർത്തയിൽ അറിഞ്ഞു കാണും. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ച നോക്കാം. ആ ഭാഗത്തേക്ക് കോട്ടക്കൽ തിരൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങളൊക്കെ പോകുന്ന ആ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം. ഇവിടെ നമ്മൾ കാണാൻ നമുക്ക് ഈ ഭാഗത്ത് ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കോട്ടക്കൽ ബൈപ്പാസിൽ അങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത്, ലാസ്റ്റ് ഭാഗത്തേക്ക്. അവിടെയാണ് പാറൊക്കെ പൊട്ടിക്കാനുള്ള വർക്കുകൾ ബാക്കി ഉണ്ടായിരുന്നത്. അവിടെയാണ് നമ്മളിന്ന് കാര്യമായിട്ട് നോക്കി കാണുന്നത്. അവിടെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ഇനി വർക്കുകൾ ബാക്കി വരുന്നത്. ഇവിടെ കാണാം കുറച്ച് ഭാഗത്തൊക്കെ പുതുതായിട്ട് ലൈറ്റിൻ്റെ കാലുകൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷമാണ് ഇവിടെ പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ കുറച്ച് ഭാഗത്ത് ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളുണ്ട്, അപ്പുറത്തുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനി ലാസ്റ്റ് ഭാഗം വരെ പോയി നോക്കാം. ആ ഭാഗങ്ങളിലൊക്കെ ഇനി എന്തൊക്കെയാണ് ബാക്കി വരുന്ന വർക്കുകൾ എന്ന്. കോട്ടക്കൽ ബൈപ്പാസ് അധികം വൈകാതെ തന്നെ തുറന്നു കൊടുക്കും. കാരണം നമുക്ക് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ കുറച്ച് വർക്കുകൾ മാത്രമാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ളത്. കുറേ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഔദ്യോഗികമായിട്ട് തുറന്നു കൊടുത്തിട്ടില്ല. നമുക്ക് കാണാം ഇപ്പോൾ കോട്ടക്കൽ ബൈപ്പാസിലൂടെ തന്നെയാണ് ഇപ്പോൾ ഈ വാനൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ റോഡിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തേക്ക് വന്നിട്ട് ഇവിടെയാണ് ആക്സിഡൻറ്റുകളൊക്കെ നടന്നത്. അവിടെയാണ് വാഹനങ്ങൾ കാണാം. ഈ റോട്ടിലൂടെ വന്നിട്ടുള്ള ഇവിടെ വെച്ചായിരുന്നു ആക്സിഡൻ്റ് ആയത്. വാഹനങ്ങൾ ഇതിലെ ക്രോസ് ചെയ്യുന്ന വാഹനത്തെ തട്ടിത്തെറിപ്പിച്ച് അങ്ങോട്ട് പോയതാണ്. പിന്നെ ഈ ലൈനിൽ ഇങ്ങനെ നിൽക്കുന്ന ഇവിടെ ജംഗ്ഷൻ ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ലൈനിൽ വന്ന് നിൽക്കുന്ന വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ട്രാഫിക് റൂളുകൾ നോക്കി വാഹനം ഓടിക്കാത്തതും, പിന്നെ നമ്മുടെ ഹൈവേൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോഴേക്കും ആളുകൾ വേഗത്തിൽ വാഹനങ്ങൾ ഓടിക്കാൻ തുടങ്ങി. അതൊക്കെയാണ് അപകടങ്ങൾ വരാൻ കാരണം.
അപ്പോൾ ഇതാണ് നമ്മളെ കോട്ടക്കൽ റോഡ്. ഫുൾ ടൈം ബ്ലോക്കാണ്. കാണാം നമുക്ക് ഇവിടെയൊക്കെ വാഹനങ്ങൾ വരിയായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് താഴ്ഭാഗത്തൊന്ന് കണ്ടിട്ട് നേരെ നമുക്ക് ബാക്കിയുള്ള ഭാഗത്തെ പുതുതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ വർക്കുകളൊക്കെ നോക്കിയിട്ട് പോവാം. അപ്പം നമ്മൾ താഴ്ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് വണ്ടികളൊക്കെ കിടക്കുന്നത്. ഇവിടെ കാണാം. ഈ ലോറി റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് തള്ളി മാറ്റിയതാണ്. ഇവിടെ ഒരു ലോറി ഉണ്ട്, ആ സമയത്ത് ഇങ്ങോട്ട് തള്ളി മാറ്റിയതാണ്. ഇതാണ് ഇപ്പോൾ ഇവിടെ ഉള്ള ഒരു സിറ്റുവേഷൻ. ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു കാഴ്ച. ഇവിടെയാണ് ശരിക്കും നമുക്ക് തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾ ഇങ്ങനെ ഒന്ന് യൂ ടേൺ എടുത്ത് പോകാനും കൂടെ ഉള്ള ഒരു ജംഗ്ഷനും കൂടെയാണ്. വലിയൊരു ജംഗ്ഷനും കൂടെ. ആ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളായിരുന്നു. അവിടെ നിന്നാണ് ഇവിടെ കുറേ ആളുകൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് കൂട്ടം കൂടി നിൽക്കുകയാണ്. വാഹനങ്ങളൊക്കെ അവിടെ കാണാം. അതൊന്നും ഞാൻ കാണിക്കണില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കണില്ല. ഇതാണ് ഇവിടുത്തെ ഒരു അപ്പോൾ നമുക്ക് മറ്റുള്ള കാഴ്ചകളിലേക്ക് പോവാം. ഇവിടെ പുതുതായിട്ട് വേറൊരു സംഭവമൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല. ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അവിടെയൊക്കെ ആയിട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഓവർപാസിൻ്റെ അടിഭാഗത്ത് കാണാം നമുക്ക് ഇവിടെയൊക്കെ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ലൈറ്റുകളുണ്ട്. ഇവിടെയൊക്കെ മണ്ണാനാണ്. ഈ മണ്ണുകളൊന്നും നീക്കിയിട്ടില്ല. പക്ഷേ ഇവിടെയൊക്കെ നല്ല രീതിയിൽ കട്ട വിരിച്ചിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യുക അറിയില്ല. ഇവിടെ ഒന്നും വൃത്തിയാക്കിയിട്ടില്ല. ഇവിടെ കറണ്ടിന് കണക്ഷനൊക്കെ കൊടുത്തത് കാണാം. അതിൽ കൂടെ ഈ സൈഡിലാണ് ഇതിൻ്റെ എല്ലാ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. കറണ്ടിൻ്റെ കാര്യങ്ങൾ അവിടെയാണ് ഇതിൻ്റെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ ഈ ഭാഗത്തെ ഇവിടെ ഇപ്പോൾ പുതുതായിട്ട് കൊടുത്തതാണ് ഈ റിഫ്ലക്ടറുകൾ. ഇങ്ങനെ ലൈനിൽ ഇങ്ങനെ റിഫ്ലക്ടറുകൾ കൊടുത്തിട്ടുണ്ട് പുതുതായിട്ട്. അപ്പോൾ ഇവിടെയുള്ള റിഫ്ലക്ടർ കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഇങ്ങനെ റിഫ്ലക്ടറുകൾ പല ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. പച്ച റിഫ്ലക്ടറുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാഹനങ്ങൾ എൻട്രി ചെയ്യുന്ന എക്സിറ്റ് ആകുന്ന ഭാഗത്ത്, ആ ഭാഗത്ത് പച്ച ഭാഗത്തൂടെ മാത്രമാണ് നമുക്ക് വാഹനങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങാനും അതുപോലെ കയറാനുള്ളത് ഭാഗം. അതൊക്കെ കറക്റ്റ് ഫോളോ ചെയ്ത് വാഹനം ഓടിക്കുകയാണെങ്കിൽ ഒരു അപകടങ്ങളും വരില്ല. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ നാട്ടിലെ റോഡാണ് തോന്നും പോലെയൊക്കെ ഓടിക്കുന്ന ഒരു രീതിയാണ്. കുറേ ആളുകൾക്ക് പഴയ ആ ഹൈവേയിലൂടെ വാഹനങ്ങൾ ഓടിച്ച പോലെയല്ല ഇനിയുള്ള ഹൈവേയിൽ വലിയ മാറ്റങ്ങൾ തന്നെയാണ്. കുറേ പേര് ലൈൻ ട്രാഫിക്കുകളൊക്കെ ഫോളോ ചെയ്ത് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ കുറച്ച് പേര് അത് തെറ്റിച്ച് കഴിഞ്ഞാൽ വലിയ ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഭാരമേറിയ വാഹനങ്ങൾ എന്നാണ് പറയുന്നത്. അതുപോലെ ചെറിയ ഓട്ടോ, ബൈക്ക് അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ഇടത് സൈഡിലൂടെയാണ് പറയുന്നത്. അതുപോലെ നിങ്ങൾ പോവുക. കാറുകൾ അതുപോലെ സ്പീഡ് ആയിട്ട് പോകുന്ന മറ്റുള്ള വാഹനങ്ങളൊക്കെയാണ് സ്പീഡ് ട്രാക്കിലൂടെ വലതുവശത്തൂടെ പോകേണ്ടത്. അങ്ങനെയൊക്കെ ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് വാഹനങ്ങൾ സിഗ്നലുകളൊക്കെ ഇട്ട് പോവുകയാണെങ്കിൽ അപകടങ്ങൾ ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ ഇവിടുന്ന് മലപ്പുറം ജില്ലേൻ്റെ ഈ ഭാഗത്തുനിന്ന് കോട്ടക്കൽ ഭാഗത്തു നിന്നൊക്കെ കോഴിക്കോട് വരെ പോവുകയാണെങ്കിൽ ഓരോ ദിവസവും നമുക്ക് ഹൈവേയിൽ കാണാം കാറുകളും മറ്റ് ബൈക്കുകളൊക്കെ ആക്സിഡൻ്റായി റോഡ് സൈഡിൽ കിടക്കുന്നത്. ഈ ഹൈവേയിലൂടെ പോകുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, വണ്ടി നല്ല കണ്ടീഷൻ അല്ലാത്ത വണ്ടികൾ കൊണ്ട് ഹൈവേയിലൂടെ പോകാൻ പറ്റില്ല. ടയറുകൾ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ബ്രേക്ക് ഡൗൺ ആകാൻ സാധ്യതയുള്ള വണ്ടികളൊക്കെ ആയിട്ട് പോകാതെ ഇരിക്കുക. പഴയ ഹൈവേ ആണെങ്കിൽ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നിർത്താം. അങ്ങനെ പെട്ടെന്ന് കടയിൽ പോയിട്ട് പഞ്ചർ ഒട്ടിക്കുന്ന ആളുകളെ കൊണ്ടുവരാം. അങ്ങനെയൊക്കെ പറ്റും. ഇത് വളരെ വേഗത്തിൽ പോകുന്ന വണ്ടി ടയർ പഞ്ചറായി കഴിഞ്ഞാൽ മറ്റുള്ള വാഹനങ്ങളിലേക്കൊക്കെ തട്ടിയിട്ട് ആക്സിഡൻറ്റുകൾ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞ പോലെ ശ്രദ്ധിക്കുക. നമുക്ക് മറ്റുള്ള ഭാഗത്തുള്ള കാഴ്ചകൾ കാണാം. ഇതുപോലുള്ള ഒരു ട്രെയിലറാണ് അവിടെ ആക്സിഡൻ്റ് ഉണ്ടാക്കിയത്. ഇവിടെ കാണാം നമുക്ക്
കുറച്ച് വാഹനങ്ങളൊക്കെ ഇതിലൂടെ പോകുന്നുണ്ട്. ഇവിടെ കുറച്ച് വർക്കുകൾ നടക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നത് ഈ ഭാഗത്ത് നമ്മുടെ കോട്ടക്കൽ ഭാഗത്തേക്ക് തിരൂർ ഭാഗത്തേക്കൊക്കെ എക്സിറ്റ് ആവുന്ന ഒരു ഭാഗത്ത് ഇതാണ് ഈ ഭാഗത്ത് വരുമ്പോൾ ഇവിടെ ഫുട്പാത്തിൻ്റെ വർക്കുകൾ ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഇവിടെ കാണാം, ഇവിടെ അടിഭാഗത്തൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഡ്രെയിനേജിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ അങ്ങോട്ടുള്ള ഭാഗത്തേക്കൊക്കെ മണ്ണ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ഭാഗത്ത് ഇവിടെ ഒരു കോൺക്രീറ്റ് വാളും കൂടെ വരുന്നുണ്ട്. ആ ഭാഗത്തു നിന്നുള്ള ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടായിരിക്കാം. കഴിഞ്ഞ ദിവസം വന്നതിൻ്റെ ശേഷമുള്ള മാറ്റങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വാള് കുറച്ച് ഉയർത്തി വന്നിട്ടുണ്ട്. അതാണ് വലിയ മാറ്റങ്ങൾ. ഇവിടെ കുറച്ച് ഭാഗത്ത് പുതുതായിട്ട് നമുക്ക് കാണാം. ഇവിടെ ഫൗണ്ടേഷൻ്റെ ഒരു ഭാഗത്ത് കമ്പിയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള ഭാഗത്ത് മണ്ണ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ ഇനി ഇതേപോലെ വരുമായിരിക്കാം. ആ ഭാഗത്തൊക്കെ ഇതിൻ്റെ സൈഡിൽ ഇവിടെ ഒരു കോൺക്രീറ്റ് വാൾ ചെറുതായിട്ടുള്ളതുണ്ട്. അതായിരിക്കും ഇതിൻ്റെ റോഡിൻ്റെ ബൗണ്ടറി ആയിട്ട് വരുന്ന അതിരായിട്ട് വരുന്ന ഭാഗം. പിന്നെ ഇങ്ങോട്ടൊക്കെ തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ അടിപൊളിയായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള ഭാഗത്ത്. അപ്പോൾ നമ്മളെ കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന ഒരു വികസനം തന്നെ ആയിരിക്കും നമ്മുടെ ഈ ഹൈവേൻ്റെ വർക്കുകൾ. വളരെ വേഗത്തിലും വളരെ ഭംഗിയോടെയാണ് നമ്മുടെ എല്ലാ ഭാഗത്തും ഹൈവേൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റുള്ള കുറച്ച് ഭാഗങ്ങളിൽ മാത്രമാണ് വർക്കുകൾ ബാക്കി വരുന്നത്. വട്ടപ്പാറയും കുറ്റിപ്പുറം ഭാഗങ്ങളിൽ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ മാത്രമാണ് മലപ്പുറം ജില്ലേൻ്റെ ബാക്കി വരുന്നത്. അവിടെയൊക്കെയാണ് ഇനി നമുക്ക് കാണിക്കാനുള്ളത്. വരും ദിവസങ്ങളിൽ അവിടെയുള്ള കാഴ്ചകളൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ചാനൽ കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് തരിക. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അപ്പോൾ നമ്മൾ കുറേ മുന്നോട്ട് വന്നിട്ടുണ്ട്. വയഡക്റ്റിൻ്റെ മുകളിൽ തന്നെയാണ്. മുകളിൽ വരുമ്പോൾ ഇവിടെ പുതുതായിട്ട് ഇപ്പോൾ കാണാം നമുക്ക്. ഇവിടെയൊക്കെ വയഡക്റ്റിൻ്റെ മുകളിൽ നിന്ന് വെള്ളം ഒഴുകി പോകാനുള്ള ഹോളുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അടുത്തടുത്ത് തന്നെയാണ് ഹോളുകൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മഴക്കാലമൊക്കെയാണ് വരുന്നത്. ഇതൊക്കെ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ വെള്ളം നിൽക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കാണ് അവിടെ നടക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വൺ സൈഡിൽ അവിടെ ഡ്രില്ല് ചെയ്ത് അവർ പൊട്ടിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഭാഗത്ത് കമ്പി കാണാം നമുക്ക്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കോട്ടക്കൽ ബൈപ്പാസിൽ എൻഡ് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് വർക്കുകൾ ബാക്കിയുണ്ടായിരുന്നത്. അപ്പോൾ ഇനി എത്രത്തോളം ബാക്കി വർക്കുകളുണ്ട് എന്നൊക്കെയാണ് നമ്മളിന്ന് നോക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ഒരു സൈഡിൽ ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ഇവിടം വരെയാണ്. ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ക്രാഷ് ബാരിയറുകൾ കാര്യങ്ങളൊക്കെ വെച്ചതും പണിയൊക്കെ കഴിഞ്ഞത്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്തേക്കാണ് ഇനി വർക്കുകളുള്ളത്. അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗത്ത് പാറകളൊക്കെ എടുത്ത ഭാഗത്ത് തന്നെ അവർ മെറ്റൽ മിക്സ് ഒക്കെ ചെയ്യുന്നത് കാണുന്നുണ്ട്. വളരെ വേഗത്തിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇവിടെ വലിയ സ്ട്രോങ് ആയ ഒരു പാറുള്ള ഒരു ഭാഗം തന്നെ ആയിരുന്നു. ഈ ഭാഗത്ത് അവർ ആദ്യം തന്നെ അവർക്ക് വർക്കുകൾ കഴിച്ചിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് മാത്രമാണ് ഇവിടെ വർക്കുകൾ പാറകൾ എടുക്കാനുള്ളത് തോന്നുന്നത്. നമുക്ക് അടുത്തോട്ട് പോയി നോക്കാം. ഇവിടെ കാണാം മെറ്റൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നൈറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനുള്ള ലൈറ്റൊക്കെയാണ് ഇവിടെ കാണാം. ഇനി ആ സൈഡിൽ ഡ്രൈനേജിൻ്റെ വർക്കുകൾ ബാക്കിയുണ്ട്. പിന്നെ മുകളിൽ എന്തോ വർക്കുകൾ നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. KNRCLൻ്റെ വണ്ടിയൊക്കെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ കോട്ടക്കൽ ബൈപ്പാസിലും വർക്കുകൾ തീരാറായിട്ടുണ്ട്. വളരെ കുറച്ച് വർക്കുകൾ മാത്രമാണ് ഇനി ബാക്കി വരുന്നത്. കാണാം നമുക്ക് ആ സൈഡിലുള്ള പാറകൾ. ആ പാറകളാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. അവിടെ കുറച്ച് ഭാഗത്ത് അതെല്ലാം തകർത്തിട്ടുണ്ട്. അങ്ങനെ വിണ്ട് കീറി നിൽക്കുന്നത് കാണുന്നുണ്ട്. അതൊക്കെ ഇനി JCB ക്രെയിൻ മറ്റുള്ള വാഹനങ്ങളൊക്കെ വന്നിട്ട് എടുക്കുന്നതായിരിക്കും. ഇവിടെയും കാണാം കുറച്ച് ഭാഗത്തൊക്കെ പൊങ്ങി നിൽക്കുന്നുള്ളൂ.
ബാക്കിയൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട്. ആ സൈഡിൽ സോയിൽ ലൈനിങ്ങിൻ്റെ വർക്കുകൾ ബാക്കിയുണ്ട് കുറച്ച് ഭാഗത്ത്. അവിടെ ആ സോയിൽ ലൈനിങ് ചെയ്യുന്നുണ്ട് കുറച്ച് ഭാഗത്ത്. അപ്പോൾ വളരെ കുറച്ച് വർക്കുകൾ, പാറ എടുക്കുന്ന വർക്കുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഇവിടെ ഈ ഓപ്പോസിറ്റ് സൈഡിൽ അവിടെയൊക്കെ ഇരുമ്പിൻ്റെ ക്രാഷ് ബാരിയർ വെക്കുന്ന വർക്കുകൾ നടക്കുന്നുണ്ട്. ഇവിടെയാണ് മുകളിൽ എന്തോ വർക്കുകൾ നടക്കുന്നുണ്ട്. അത് ലൈറ്റിൻ്റെ കാലുകൾ കൊടുക്കുന്നതാണെന്ന് തോന്നുന്നത്. ഇവിടെ വരുമ്പോൾ ഇതാണ്, ഈ ഭാഗത്താണ് കുറച്ച് പാറ ഉള്ളത്, പൊങ്ങി നിൽക്കേണ്ട ഒരു ഭാഗം. വളരെ കുറച്ചാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ ചുമരിൽ സോയിൽ ലൈനിങ്ങിൻ്റെ വർക്കാണ് നടക്കുന്നത്. ഇവിടം വരെ അവർ മെറ്റൽ മിക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്, കാണാം നമുക്ക്. വണ്ടിൻ്റെ ഇടയിൽ കൂടെ സൗണ്ട് ഉണ്ടാവും. ഇവരാണ് ഇതിൻ്റെ മെയിൻ ആളുകൾ, ഈ വണ്ടി. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഡ്രൈനേജിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് മുൻഭാഗത്തേക്കൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ടാറിങ് അവിടം വരെ കഴിഞ്ഞിട്ടുണ്ട്, അതൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കോട്ടക്കൽ ബൈപ്പാസിന് വളരെ കുറച്ച് വർക്കുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അതാണ് ബസ്സുകളൊക്കെ പോകുന്നത് കാണാം. ഇപ്പം അതിന് മുകളിലൂടെയാണ് ബസ്സുകൾ പോകുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് നമ്മളെ കോട്ടക്കൽ ബൈപ്പാസ്. വർക്കുകൾ അവസാനിക്കാറായി. എനിക്ക് തോന്നുന്നു ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ഇവിടെ ടാറിങ് തന്നെ കഴിയാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഭാഗത്ത് വലിയ പാറകളൊക്കെ പൊട്ടിച്ചിരുന്ന് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു ഗ്രൂപ്പായിരുന്നു. അവരൊന്നും ഇപ്പോൾ ഇവിടെ കാണുന്നില്ല. അവരൊക്കെ ഈ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഇവിടെയുള്ള JCBയും ഇതുപോലുള്ള മെഷീനറീസും ഒക്കെ ഉപയോഗിച്ച് എടുക്കാവുന്ന രീതിയിലുള്ള പാറകളേ ഉള്ളൂ. പിന്നെ ഇവിടെയൊക്കെ കാണാം, നമുക്ക് കണ്ടില്ലേ, ഇതൊക്കെ മരുന്ന് നിറച്ച് വെച്ചതാണ്. ആ ഭാഗത്തൊക്കെ പാറകളെ പൊട്ടി തകർന്ന് കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇനി പെട്ടെന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് ഇവിടെ ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞ് തുറന്നു കൊടുക്കാൻ സാധ്യതയുണ്ട്. എല്ലാ ഭാഗത്തും വളരെ വേഗത്തിൽ ഇപ്പോൾ വർക്ക് കഴിഞ്ഞ ഭാഗത്തൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടു, കുളപ്പുറം കൂരിയാട് ഒരു സൈഡിലൂടെ വാഹനങ്ങളൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കാണാൻ നമുക്ക് കോൺക്രീറ്റ് വാൾ കുറച്ച് ഭാഗത്ത് കെട്ടാനുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ടുള്ളൊരു ഭാഗത്ത് സോയിൽ ലൈനിങ്ങിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ടാണുള്ളത്. ഇവിടെ ഒരു ബാക്കി ഭാഗത്ത് ഇനി എങ്ങനെയാണ് കോൺക്രീറ്റ് വാൾ തന്നെ ആയിരിക്കും തോന്നുന്നത്. ഇവിടെ കുറച്ച് ഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ എങ്ങനെയൊക്കെ വരാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകൾ നടക്കാനുണ്ടെങ്കിലും ബാക്കിയുള്ള ഭാഗത്തൂടെ വാഹനങ്ങൾക്ക് പോവാം. അപ്പോൾ വളരെ കുറഞ്ഞ വർക്കുകൾ മാത്രമാണുള്ളത്. ഇവിടെയാണ് വർക്ക്, ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഓവർപാസിൻ്റെ മുൻഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ കാണാം ഫുൾ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഇനിയൊന്നുമില്ല. അപ്പോൾ അവിടുത്തെ ആ വർക്കുകൾ മാത്രമാണ് ഇനിയുള്ളത്. ആ സൈഡിൽ ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ പോകുന്നുള്ളൂ. ഫുള്ളായിട്ട് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ വണ്ടി പഠിക്കണമൊക്കെ ഉണ്ട്. ഈ സമയത്ത് തന്നെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിൽ പുതുതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.